blessing today. ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം മുഖാന്തരം അനേക ജനങ്ങൾ കർത്താവിനെ അറിയുവാനും അവൻ്റെ പാതയെ പിൻപറ്റുവാനും ദൈവം സഹായിക്കുന്നുണ്ട്. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നത്. കർത്താവ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഒത്തിരി ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇതുവരെ സ്പോൺസർ ചെയ്ത എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ സ്പോൺസേഴ്സിനോട് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. പലർ ചേർന്നാണ്, പലർ കോ സ്പോൺസർ ചെയ്താണ് ഇന്നത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ ഓരോ സ്പോൺസർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ശാസ്താംകോട്ടിനുള്ള വെൽവിഷക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആ മകളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലോ. ആ കുടുംബജീവിതത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, മകൻ്റെ വീസ ചേഞ്ച് ചെയ്ത് കിട്ടുവാൻ, നല്ല ഒരു സാലറി ലഭിക്കുവാൻ അങ്ങ് സഹായിക്കുമാറാകണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. ചന്ദ്രപൂരിൽ നിന്നുള്ള ബേബി തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി നവംബർ 24-നായിരുന്നല്ലോ. കർത്താവ് ദാമ്പത്യ ജീവിതത്തെ ഒത്തിരി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. തന്നെയും തൻ്റെ ഭാര്യയെയും 3 മക്കളെയും അവരുടെ കുടുംബത്തെയും കർത്താവെ, ഓരോ കുടുംബത്തിൻ്റെ മേൽ അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞ് അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. സകല അനുഗ്രഹങ്ങൾക്കുമായി ഈ സമയത്ത് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. വെണ്ണിക്കുളത്തുനിന്നുള്ള വെൽവിഷക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ കൃഷിയുടെ മേൽ കർത്താവിൽ നിന്നുള്ള വലിയ അനുഗ്രഹങ്ങൾ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ നല്ല ഒരു ഹാർവെസ്റ്റ്, ഒരു കൊയ്ത്ത് കർത്താവെ കൊടുത്ത് എല്ലാത്തിലും വിളവ് നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. ലണ്ടനിൽ നിന്നുള്ള പൊന്നമ്മ സോമന് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മരിച്ചുപോയ തൻ്റെ ഭർത്താവിൻ്റെ പേരിലുള്ള ബാങ്ക് ഡെപ്പോസിറ്റ് തനിക്ക് ലഭിക്കുവാൻ, അത് റിലീസ് ചെയ്ത് കിട്ടുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ മക്കളും ചേർന്ന് അതിൽ ഒപ്പിടുവാനും ആ കാര്യം സാധിക്കുവാനും അങ്ങിടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ തന്നെ പെരുമ്പാവൂരിൽ നിന്നുള്ള ലീല കുഞ്ഞുമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ 3 മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ, നല്ല ഭാവി കൊടുത്ത് അങ്ങ് അനുഗ്രഹിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദുബൈയിൽ നിന്നുള്ള വെൽവിഷർക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നല്ല ഒരു ജോലി കർത്താവ് കൊടുക്കണമേ, ആരോഗ്യം അങ്ങ് നൽകണമേ. മുഴുവൻ കുടുംബത്തിനും ഓരോരുത്തർക്കും കർത്താവ് ആരോഗ്യം നൽകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മുംബൈയിൽ നിന്നുള്ള വെൽവിഷർക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. അതുപോലെ കർത്താവെ, തൻ്റെ സഹോദരൻ ആകാശിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അപ്പോൾ തന്നെ തിരുവനന്തപുരത്തുള്ള വത്സലയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ വെരിക്കോസ് വെയിൻ എന്ന രോഗം പൂർണ്ണമായി സൗഖ്യമാകാനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ കർത്താവെ, ആർത്രൈറ്റിസ് മൂലം തൻ്റെ കാലിലുള്ള ആ ബ്ലഡ് ക്ലോട്ട്സും എല്ലാം കർത്താവ് മാറിപ്പോകാനായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നത്തെ ഓരോ സ്പോൺസറെ അനുഗ്രഹിച്ചതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെന്നൈ നവംബർ 28 വെള്ളി. സമയം രാവിലെ 10 മുതൽ. ബിഷപ്പ് മാണിക്യം ഹാൾ, ഹാർലീസ് റോഡ്, കിൽപോക്ക്, ചെന്നൈ. ബാംഗ്ലൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നവംബർ 29 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ. സെന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 15K ബ്രിഗേഡ് റോഡ്, ബാംഗ്ലൂർ 560025. ഈ സിസ്റ്ററിൻ്റെ പേര് സുമ എന്നാണ്. ഇവർ കർവാർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. കർത്താവ് ചെയ്ത ഒരു വലിയ അത്ഭുതം എന്ന് പറയുന്നത് 2012 ഈ സഹോദരിക്ക് സന്ധിവാതം വന്നിട്ട് കിടന്ന കിടപ്പിലായിട്ട് ഈവൻ പല്ല് തേക്കുന്നത് പോലും മറ്റുള്ളവരുടെ സഹായത്താലാണ്.
അതുപോലെ കിടപ്പിലായിരുന്ന ഒരു വ്യക്തിയാണ്. കേട്ടതെന്ന് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ബെഡിലായിരുന്നു. ഇവർ പറയുന്നത് ഡോക്ടർമാർ, പ്രത്യേകിച്ച് ഇവർ കരുനാഗപ്പള്ളിയിലുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ഒരു 4 മാസം തുടർച്ചയായി കിടന്ന് ചികിത്സിച്ചു. ആ സമയത്ത് 2 ലക്ഷം രൂപ ഇവർ ചെലവാക്കിയതിന് ശേഷം പൂർണ്ണമായി സൗഖ്യമാകാതെ ഇവർ തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നതിന് ശേഷവും കിടപ്പായിരുന്നു, തീർത്തും കിടപ്പായിരുന്നു. മറ്റുള്ളവരുടെ പരസഹായമില്ലാതെ ഒന്നും ചെയ്യാനാവാത്ത ഒരു സ്ഥിതി. 2-3 പേര് വേണമെന്നാണ് ഈ സഹോദരി പറയുന്നത്. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം ഒക്ടോബർ 29-ാം തീയതി ഇവർ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ബ്രദർ ഡാമിയൻ ഇപ്രകാരമാണ് വിളിച്ചു പറയുന്നത്: സന്ധിവാതം അനുഭവിക്കുന്ന സുമ എന്ന് പറയുന്ന ഒരു സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. സുമ എന്ന് പേരുള്ള ഒരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. ആർത്രൈറ്റിസ് ഉള്ളൊരു സഹോദരി, യേശുവിൻ്റെ നാമത്തിൽ. ആർത്രൈറ്റിസ് മാത്രമല്ല, വേറെ ചില രോഗങ്ങളുമുണ്ട്. സുമ എന്ന സഹോദരി ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഈ പേര് പറഞ്ഞു. അത് മാത്രമല്ല, ഇവർക്കൊരു സംശയം. ഇത് കേട്ടപ്പോൾ തന്നെ ഇവർ തോന്നി ഇത് എൻ്റെ തോന്നലായിരിക്കാം, എനിക്കിങ്ങനെ കിടക്കുന്നതുകൊണ്ട് എനിക്ക്. പക്ഷേ പറയുന്നത് ബ്രദർ വീണ്ടും അത് എടുത്തു പറഞ്ഞു. ഈ സഹോദരി പറയുന്നത്, ഈ സഹോദരിക്ക് ഒരു ശീലമുണ്ട്. മൊബൈലിൽ അന്നത്തെ കേൾക്കുന്ന ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം മൊബൈലിൽ റെക്കോർഡ് ചെയ്യും, റെക്കോർഡ് ചെയ്ത് വെക്കും. എന്നിട്ട് പിന്നെയും കേൾക്കും. റെക്കോർഡ് ചെയ്യും, ഇയർഫോൺ വെച്ച് സദാ കേട്ടുകൊണ്ടേയിരിക്കും. റെക്കോർഡ് ചെയ്തിട്ട് ഇയർഫോൺ വെച്ച് വീണ്ടും അത് കേൾക്കും, റിപ്പീറ്റ് കേൾക്കും. എന്നിട്ട് ഈ സഹോദരി ഉറപ്പാക്കി, പിന്നെയും സുമേ തന്നെയാണ് പറയുന്നത്. ഈ റെക്കോർഡ് ചെയ്ത് അത് വീണ്ടും കേട്ട് ഉറപ്പാക്കി. എന്നിട്ട് നമ്മുടെ പേര് സുമ എന്ന് തന്നെയാണോ? നമ്മൾ സുമയാണ്. ഓക്കെ. ഈ സഹോദരി പറയുന്നത്, ഇത് കേട്ട ഉടനെ പുള്ളിക്കാരി ചാടി എഴുന്നേറ്റ് ഈ മൊബൈലും പിടിച്ചുകൊണ്ട്, ഇവർക്കൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ ഹസ്ബൻഡ് അവിടെ നടത്തിക്കൊണ്ട് ഓടി സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് പറഞ്ഞു, ഈ കിടന്ന ആള് ഓടി സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് പറയുകയാണ്, കർത്താവ് എന്നെ സൗഖ്യമാക്കി, യേശു എന്റെ പേര് വിളിച്ചു പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവർ പറയുന്നത് ഇത് നടക്കുന്നത് 2013 ഒക്ടോബറിൽ, ഒക്ടോബർ 29. അതിന്റെ അർത്ഥം ഇതിപ്പം 2014 നവംബറായി, ഒരു വർഷത്തിലധികമായി. അതിനു മുമ്പാണ് ഈ സംഭവം നടന്നത്. എന്നിട്ട് ഇവര് സഹോദരി പറയുന്നത് 2 ദിവസങ്ങൾക്ക് ശേഷം നവംബർ 11 ഇവർ പിന്നെയും പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി, സന്ധിവാതം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി. പറയുന്നത് സന്ധിവാതം എന്ന് പറയുന്നത് ഇവിടെ ശരീരത്തിൽ ഇല്ലെന്ന് ആ ടെസ്റ്റിലൂടെ തെളിയിക്കുവാനിടയെ തീർന്നു. ഈ സാക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നത്, ഒരു പക്ഷേ കിടപ്പ് രോഗികളാകാം ഈ സാക്ഷ്യം കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ സുമ എന്ന ഈ സഹോദരിയെ സൗഖ്യമാക്കിയ അതേ കർത്താവിൻ്റെ കരം അവരുടെ ശരീരത്തിലും പ്രവർത്തിച്ച് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അവർ കൂടെ ചാടി എഴുന്നേൽക്കട്ടെ. വലിയ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങട്ടെ. ഈ സാക്ഷ്യം കാണുന്ന, ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ ശരീരങ്ങളിലും വലിയ രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ഈ സഹോദരി അനുഗ്രഹിക്കുന്നു. ചെയ്ത എല്ലാറ്റിനുമായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ആത്മീയ വെളിച്ചം നൽകിയ ബ്ലെസ്സിംഗ് ടുഡേ, 10,000ങ്ങളുടെ ജീവിതത്തിന് പുതിയ തലങ്ങൾ സമ്മാനിച്ച ബ്ലെസ്സിംഗ് ടുഡേ, നമ്മെ ഓരോരുത്തരെയും എണ്ണമറ്റ അനുഗ്രഹത്തിലേക്ക് നയിച്ച ബ്ലെസ്സിംഗ് ടുഡേ. ബ്ലെസ്സിംഗ് ടുഡേയുടെ 1000ാമത്തെ എപ്പിസോഡ് സെലിബ്രേഷനും കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ വാർഷികാഘോഷവും ഡിസംബർ 5, 6, വെള്ളി, ശനി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 8:30 വരെയും, ഡിസംബർ 7-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും. അനുഗ്രഹത്തിന്റെ ഈ 3 ദിവസങ്ങളിൽ ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും കൂടാതെ അഭിഷിക്തരായ ദേവദാസന്മാരും ശുശ്രൂഷിക്കുന്നു. ഈ ദിവസങ്ങളിൽ പങ്കെടുക്കുവാനും സാക്ഷികളാകുവാനും ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484 422 111. If you read Ezra chapter 5 and verse number 2. എസ്രായുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വചനം നിങ്ങൾ വായിച്ചാൽ, we read like this: Then Zerubbabel son of Shealtiel and Joshua son of Josadak set to work
to rebuild the house of God in Jerusalem. And the people and the prophets of God were with them, supporting them. അപ്പോൾ ശെയൽതീയേലിന്റെ മകനായ സെരുബാബേലും യോസാദാക്കിന്റെ മകനായ യേശുവയും യെരൂശലേമിലെ ദൈവാലയം പണിയുവാൻ ആരംഭിച്ചു. അവരെ സഹായിച്ചുകൊണ്ട് പ്രവാചകന്മാർ അവരോടൊപ്പം ഉണ്ടായിരുന്നു. This verse is speaking about the rebuilding of the temple. ഈ ഭാഗം നാം കാണുന്നത് ദൈവത്തിന്റെ ആലയത്തെ പുതുക്കി പണിയുന്നതിനെ കുറിച്ചാണ്. In those days, the temple of Jerusalem was completely destroyed. ആ സമയത്ത് ജെറുസലേമിലുണ്ടായിരുന്ന ഇസ്രായേൽ ജനത്തിന്റെ ആലയം പൂർണ്ണമായി തകർക്കപ്പെട്ടിരുന്നു. And God is saying, you are going to rebuild it. ആ സമയത്ത് ദൈവം പറയുകയാണ്, നിങ്ങൾ അതിനെ പുനരുദ്ധരിക്കാനായി പോകുകയാണ്. From the time of Israel's journey through the wilderness, they had built many different kinds of temples. ഇസ്രായേൽ ജനം തങ്ങൾ മരുഭൂമിയിലൂടെ യാത്ര തുടങ്ങിയ കാലഘട്ടം മുതൽ പലയിടത്തും പല രീതിയിലുള്ള ആരാധനാലയങ്ങൾ അവർ പണിതിരുന്നു. But many a time the enemy countries came and attacked their temple. എന്നാൽ പലവട്ടവും ശത്രുക്കൾ വന്ന് അവരുടെ ഈ ദൈവാലയത്തെ നശിപ്പിക്കുകയാണ് ഉണ്ടായത്. But each time God raised some people. God anointed some men of God to rebuild the temple. എന്നാൽ ഓരോ സമയവും ദൈവം ചില പ്രത്യേക അഭിഷക്തന്മാരെ, ചില പ്രത്യേക വ്യക്തികളെ അഭിഷേകം ചെയ്ത് ഈ ആലയത്തെ പുനർനിർമ്മാണം ചെയ്യുവാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. People of God, listen to me. ദൈവജനം എന്നെ ശ്രദ്ധിച്ചാലും God wants to rebuild our homes, our families, our marriages. ദൈവം നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുടുംബജീവിതത്തെ ഒക്കെ വീണ്ടും പണിയുവാനായി ആഗ്രഹിക്കുന്നു. He will repair and fix things. അവൻ കാര്യങ്ങളെ പണിയുവാനും കേടുപാടുകൾ പോക്കുവാനുമായിട്ട് ആഗ്രഹിക്കുന്നു. Today in the New Testament, the temple of God is not a man-made building. ഇന്ന് പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ ആലയം എന്നുള്ളത് അതൊരിക്കലും മനുഷ്യ നിർമ്മിതമായ കൈപ്പണിയായ ഒരു ആലയമല്ല. 1 Corinthians chapter 3 and verse number 16 says, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വചനം പറയുകയാണ്, our bodies are the temple of God. നമ്മുടെ ശരീരമാണ് ദൈവത്തിന്റെ ആലയം എന്നുള്ളത്. Everybody lift your hand. എല്ലാവരും നിങ്ങളുടെ വലത്തെ കൈ ഉയർത്തിയാലും and tell like this, my body is the temple of God today. എന്നിട്ട് ഇങ്ങനെ ഉറക്കെ പറയുക, എന്റെ ശരീരം ഇന്ന് ദൈവത്തിന്റെ ആലയമാണ്. One more time. ഒരിക്കൽ കൂടെ, ഇന്നത്തെ ദൈവത്തിന്റെ ആലയം എന്റെ ശരീരമാണ്. Hallelujah. Hallelujah. So we are the temple of God. അപ്പോൾ നാം ആണ് ദൈവത്തിന്റെ ആലയം എന്നുള്ളത്. So to repair the temple today in the New Testament means to repair our lives. അപ്പോൾ ദൈവാലയത്തെ പുതിയ നിയമത്തിന്റെ ഭാഷയിൽ പുതുക്കി പണിയുക എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? നമ്മെ തന്നെ പുതുക്കുക എന്നാണ് അർത്ഥം. Building our spiritual life. നമ്മുടെ ആത്മീക ജീവിതത്തെ പുതുക്കി പണിയുക. So that our lives will be a habitation for God. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം ദൈവത്തിന്റെ വാസയോഗ്യമായ ഒരു സ്ഥലമായി മാറും. Shout hallelujah. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞാലോ? Clap your hands and shout hallelujah. കൈകൾ അടിച്ചുകൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാലോ? Bigger hallelujah. ശബ്ദമുയർത്തി ഹല്ലേലൂയ. Because the Holy Spirit is moving here. കാരണം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ The ചലിക്കുകയാണ്. anointing to empower you, strengthen you is moving in this place. ഓർക്കുക, ഇന്ന് രാത്രി നിങ്ങളെ സഹായിക്കുവാൻ, നിങ്ങളെ ശക്തീകരിക്കുവാനുള്ള അഭിഷേകം ഇന്ന് രാത്രി ഇവിടെ ചലിക്കുന്നുണ്ട്. When you sense His power, tell Him, Lord, I want more of your power. നിങ്ങൾ ഈ ശക്തിയെ കുറിച്ച് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കർത്താവിനോട് മനസ്സിൽ നിന്ന് പറയുക, കർത്താവേ, എനിക്ക് കൂടുതൽ കൂടുതൽ ശക്തി വേണം. Hallelujah. ഹല്ലേലൂയ. Listen to this please. ഈ കാര്യം ദയവായി ശ്രദ്ധിച്ചാലും God will rebuild and repair all the homes. ഓർക്കുക, ദൈവം സകല കുടുംബങ്ങളെയും പുനർനിർമ്മിക്കുകയും അതിന്റെ കേടുപാടുകൾ പോക്കുകയും ചെയ്യുന്നു. At the same time, അപ്പോൾ തന്നെ He will rebuild the temple of God. ദൈവത്തിന്റെ ആലയത്തെയും അവൻ പുനർനിർമ്മിക്കുന്നു. Nehemiah chapter 2 and verse number 17 says, നെഹെമ്യായുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനം നാം വായിച്ചാൽ, it is talking about the rebuilding of the walls of Jerusalem. ഇത് ഈ ഭാഗം സംസാരിക്കുന്ന യെരൂശലേം എന്ന നഗരത്തിന് ചുറ്റുമുള്ള മതിലിന്റെ പുനർനിർമ്മാണത്തെ കുറിച്ചാണ്. A wall is the protection around us. അന്ന് ആ മതിൽ എന്നുള്ളത് നമുക്ക് എല്ലാത്തിനും നമുക്ക് ചുറ്റുമുള്ള ഒരു സംരക്ഷണ കവചമാണ്.
God wants to repair the walls around us. നമുക്ക് ചുറ്റുമുള്ള ഈ സംരക്ഷണ കവചമായ മതിലുകളുടെ കേടുപാടുകൾ പോക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. That means around every person and around every home, God will build up a wall of His fire. അതിന്റെ അർത്ഥം ഇതാണ്, ഓരോ വ്യക്തിക്ക് ചുറ്റും, ഓരോ കുടുംബത്തിന് ചുറ്റും ദൈവം തന്റെ അഗ്നിയുടെ മതിലുകൾ അവർക്ക് ചുറ്റും പണിതു കൊടുക്കുവാനായി ആഗ്രഹിക്കുന്നു. Psalm 91 is talking about the protection a person receives when he is dwelling under the shadow of the Almighty God. സങ്കീർത്തനം 91 അധ്യായം മുഴുവൻ അത്യുന്നതനായ ദൈവത്തിന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്ന ഒരു വ്യക്തിക്കുണ്ടാകുന്ന സംരക്ഷണത്തെ കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. Hallelujah. Hallelujah. And not only that, Jesus says, അത് മാത്രമല്ല യേശു പറയുന്നു, I am giving you power and authority to trample all the power of the enemy. അത് മാത്രമല്ല യേശു പറഞ്ഞ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരവും അഭിഷേകവും ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. And then he says, nothing shall ever harm you. എന്നിട്ട് യേശു പറയുക, ഒന്നിനും നിങ്ങൾക്ക് ഒരു ദ്രോഹവും ചെയ്യുവാൻ സാധ്യമല്ല. How many of you are afraid of the devil? നിങ്ങൾ എത്ര പേർക്ക് സാത്താനെ പേടിയുള്ളവരുണ്ട്? കൈകൾ കാണട്ടെ. So many people are afraid of the devil. ഒത്തിരി പേർക്ക് സാത്താനെ പേടിയുള്ളവരുണ്ട്. But Jesus says, എന്നാൽ യേശു പറയുന്നു, you don't need to be afraid of Satan anymore. സാത്താനെ നിങ്ങൾ ഇനി ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. Because when you receive Jesus into your heart, നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചു കഴിയുമ്പോൾ, the bigger one, a stronger one is inside of you. ഇപ്പോൾ എല്ലാറ്റിനേക്കാളും വലിയവനായ ബലവാനായ ശക്തിമാനായ ഒരാൾ നിങ്ങളുടെ അകത്തിരിക്കുകയാണ്. Jesus is stronger than a police officer. ഓർക്കുക, യേശു കർത്താവ് ഒരു പോലീസ് ഓഫീസറേക്കാൾ വലിയവനാണ്. Jesus Christ is stronger than a police commissioner. ഒരു പോലീസ് കമ്മീഷണറേക്കാളും ശക്തിമാനാണ് യേശു കർത്താവ് എന്നുള്ളത്. Jesus is stronger than a DGP. ഒരു DGPയെക്കാളും ശക്തിമാനാണ് യേശു കർത്താവ് എന്നുള്ളത്. Jesus is stronger than the prime minister. പ്രൈം മിനിസ്റ്ററേക്കാൾ ശക്തിമാനാണ് യേശു കർത്താവ്. Jesus is stronger than Lucifer. അതുകൊണ്ട് ഓർക്കുക, യേശു കർത്താവ് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള സാത്താനേക്കാളും ശക്തിമാനാണ്. Somebody shout Jesus. അതുകൊണ്ട് ഉറക്കെ വിളിച്ചാൽ യേശുവേ. One more time, Jesus. ശബ്ദമുയർത്തി വിളിച്ചാൽ യേശുവേ. Again, Jesus. ഒരിക്കൽ കൂടെ യേശുവേ. When you call that name, there is strength in that name. ഓർക്കുക, നിങ്ങൾ ആ നാമത്തെ വിളിക്കുമ്പോൾ ആ നാമത്തിനകത്ത് ശക്തിയുണ്ട്. There is power in that name. ആ നാമത്തിനകത്ത് ബലമുണ്ട്. If a demon is coming, ഒരു സാത്താൻ if the devil is coming, ഒരു സാത്താൻ വരികയാണെന്ന് കരുതുക, and you are going to him in the name of Jesus, നിങ്ങൾ ഇപ്പോൾ അവന്റെ മുൻപിൽ യേശുവിന്റെ നാമത്തിൽ ചെല്ലുകയാണ്. he will take a U-turn and flee from you. യേശുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് ചെന്നാ പുള്ളിക്കാരൻ U-turn എടുത്ത് ഒറ്റ വഴിക്ക് ഓടിക്കളയും. Hallelujah. Hallelujah. That is the power in the name of Jesus. അതാണ് നിങ്ങൾ യേശുവിന്റെ നാമം പറയുമ്പോൾ ആ നാമത്തിന്റെ ശക്തി എന്നുള്ളത്. If any one of you is afraid of the devil, I am here to tell you that there is no need to be afraid of the devil, because bigger one, stronger one, greater one is inside of you. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും പിശാചിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, സാത്താന്റെ അവന്റെ പ്രവൃത്തികളെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട. നിങ്ങൾ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും ശക്തിമാനായ ബലവാനായ അവൻ നിന്റെ അകത്തുള്ളപ്പോൾ നിനക്കിനി ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. Clap your hands for Jesus. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കൈകൾ അടിച്ചുകൊണ്ട് ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞാല്. Hallelujah. Hallelujah. That's why Apostle John says, അതാണ് അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്. greater one is sitting in you than who is in the world. അവിടെ എഴുതിയിരിക്കുന്നു, ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ എൻ്റെ അകത്തിരിക്കുന്നു. Hallelujah. Hallelujah. Somebody big is inside of you. ഒരു വലിയ ഒരുവൻ നമ്മുടെ അകത്തിരിക്കുകയാണ്. And tonight he is giving you empowerment. ഇന്ന് രാത്രി അകത്തിരിക്കുന്ന ബലവാനായ അവൻ ദൈവം നിങ്ങളെ ഇപ്പോൾ ശക്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. You may be basically, naturally, by nature, you may be very weak mentally and emotionally. ഒരു പക്ഷേ സ്വാഭാവികമായി നിങ്ങളുടെ ശാരീരിക സ്ഥിതി കൊണ്ടോ സ്വഭാവ രീതി കൊണ്ടോ മാനസികമായി വളരെ വീക്ക് ആയിട്ടുള്ള, വളരെ ബലഹീനനായിട്ടുള്ള ഒരു
വ്യക്തിയായിരിക്കാം നിങ്ങൾ. But tonight, God is giving an anointing. എന്നാൽ ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് ഒരു അഭിഷേകം നൽകുകയാണ്. An anointing to repair and fix things in life. കാര്യങ്ങളെ ജീവിതത്തിൽ റിപ്പയർ ചെയ്യുവാൻ, കേടുപാടുകളെ പോക്കുവാൻ, പുനരുദ്ധരിക്കുവാനുള്ള അഭിഷേകം. I have a greater news. എനിക്ക് നിങ്ങളോട് ഒരു വലിയ വാർത്ത പറയാനുണ്ട്. God will give you an anointing not only to fix your life. ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ പണിയുവാൻ വേണ്ടി മാത്രമുള്ള അഭിഷേകമല്ല നൽകുന്നത്. You will start repairing other lives. നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തെ കൂടെ പണിയാനുള്ള അഭിഷേകം കർത്താവ് തരാൻ പോകുകയാണ്. You will start ministering to other people. അതിന്റെ അർത്ഥം മറ്റുള്ളവരെ നിങ്ങൾ ശുശ്രൂഷിക്കാനായിട്ട് തുടങ്ങാൻ പോകുകയാണ്. Hallelujah. Hallelujah. And finally, I'm here to tell you one more thing. ഒടുവിലായിട്ട് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. God is giving you an anointing to rebuild, repair your own dreams. ദൈവം നിങ്ങളുടെ സ്വപ്നങ്ങളെ പുനരുദ്ധരിക്കാനും അതിന്റെ കേടുപാടുകൾ പോക്കി അതിനെ പണിയുവാനുമായി ആഗ്രഹിക്കുന്നു. Maybe because of a series of problems, series of events, your dreams are completely shattered. ഒരു പക്ഷേ പരമ്പരയായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും എല്ലായ്പ്പോഴുമുള്ള പ്രധാനപ്പെട്ട ആകുലതകൾ കൊണ്ടും നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരു പക്ഷേ തകർന്നടിഞ്ഞു പോയിരിക്കാം. But tonight, എന്നാൽ ഇത് രാത്രി He wants to give all your dreams back. അവൻ നിങ്ങളുടെ സകല സ്വപ്നങ്ങളെയും മടക്കി നൽകാൻ പോകുകയാണ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെന്നൈ നവംബർ 28 വെള്ളി. സമയം രാവിലെ 10 മുതൽ. ബിഷപ്പ് മാണിക്യം ഹാൾ, ഹാർലീസ് റോഡ്, കിൽപോക്ക്, ചെന്നൈ. ബാംഗ്ലൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നവംബർ 29 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ. സെന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 15K ബ്രിഗേഡ് റോഡ്, ബാംഗ്ലൂർ 560025. ഈ സമയത്ത് വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. വലിയ കർത്താവേ, ഇന്നത്തെ ഈ ബ്ലെസ്സിംഗ് ടുഡേ കാണുന്ന ഓരോരുത്തരെയും അങ്ങയുടെ അദൃശ്യമായ കരങ്ങൾ തൊട്ട് അനുഗ്രഹിക്കണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ, പ്രത്യേക സാഹചര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വല്ലാതെ പ്രയാസപ്പെടുന്ന പലരെയും കർത്താവ് എന്നെ കാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വളരെ ക്രിസ്റ്റൽ ക്ലിയറായ തീരുമാനങ്ങൾ എടുക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. കർത്താവെ, ആ അനുഭവത്തിലായിരിക്കുന്ന എല്ലാവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവികമായ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള വ്യക്തതയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുമാറാകണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ കർത്താവെ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഷോൾഡർ പെയിൻ, എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ ഇൻ ദ ഷോൾഡർ, യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. സ്പോണ്ടിലൈറ്റിസ് സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ കഴുത്തിലുള്ള തകരാറുകളും തൊണ്ടയ്ക്കകത്തുള്ള തകരാറുകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. ഉമിനീർ ഗ്രന്ഥികളിലുള്ള തകരാറുകൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. അതുപോലെ വല്ലാത്ത അലർജികൾ, ഫുഡിൻ്റെ അലർജിയാകാം, മെഡിസിനൽ അലർജിയാകാം, ഏത് രീതിയിലുള്ളതായാലും അലർജികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകാൻ തുടങ്ങട്ടെ ഇൻ ജീസസ് നെയിം. താങ്ക് യു ഫാദർ. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കിടപ്പ് രോഗികൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ് ഇൻ ജീസസ് നെയിം. അതിഭയങ്കരമായ കോൺസ്റ്റിപ്പേഷൻ ഉള്ള, വയറൊഴിയാത്ത, ഭയങ്കരമായി പ്രയാസപ്പെടുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. അതുപോലെ യൂട്രസിനകത്തുള്ള തകരാറുകൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ബ്ലീഡിങ്, നിലയ്ക്കാത്ത ബ്ലീഡിംഗ് ഉള്ള സഹോദരിമാരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് നെയിം. അതോടനുബന്ധിച്ച് പൈൽസ് രോഗവും ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. സൗഖ്യമാകട്ടെ. ഉഷ എന്നു പേരുള്ളൊരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. പൈൽസ് രോഗം മാറിപ്പോകട്ടെ ജീസസിനെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതകരമായി അവർക്ക് കുഞ്ഞുങ്ങളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് തിരികെ വരട്ടെ. കേൾവി ശക്തി കുറയുന്നവർക്കത് തിരികെ വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ
കർത്താവെ, ഓരോരുത്തരെയും അങ്ങ് തൊട്ടതിനാൽ നന്ദി. താങ്ക് യു ഫാദർ, ഇൻ ജീസസ് നെയിം, ആമേൻ. ഇന്നും നാളെയും നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് ഡു കം ആൻഡ് ഗെറ്റ് ബ്ലെസ്ഡ്. അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചയും അനേക സ്ഥലങ്ങളിൽ നടക്കുന്ന ബ്ലെസ്സിങ് സെൻറ്ററുകളിലേക്ക് ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. റെഗുലറായി ആ കൂട്ടായ്മകളിൽ പങ്കെടുത്ത് ദൈവവചനത്തിൽ വളരാനും അതുപോലെ ആത്മീയമായി ഒത്തിരി മുന്നേറാനും അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനും ഒക്കെയുള്ള അവസരം അവിടെ ഉണ്ടായിരിക്കും. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ അവൈലബിൾ ആണ്. ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ അത് ലഭിക്കും. അതുപോലെ സ്ക്രീനിലെ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ആവശ്യപ്പെടാം, CD-കൾ ആവശ്യപ്പെടാം. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. Welcome to 1000th episode of Blessing Today. ബൈബിൾ ആൻഡ് യുയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഉയർത്തെഴുന്നേറ്റ ശേഷം ഏത് കടൽക്കരയിൽ വെച്ചാണ് യേശു ശിഷ്യന്മാരെ എതിരേറ്റത്? On which seashore Jesus appeared to his disciples after the resurrection? Options: A. Galila, B. ചെങ്കടൽ, C. ചാവുകടൽ, D. തിബരിയാസ്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരം വായിക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് IM Books ആണ്.